കോഴിക്കോട് ട്രെയിനിൽ സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം എന്നൊരു വാർത്ത വരുന്നു. പ്രതിയെ പിടികൂടി. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. കോഴിക്കോട് നിന്നും ഷൊർണൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അതിക്രമം. യാത്രക്കാർ കുറവുള്ള കമ്പാർട്ട്മെന്റിൽ പിന്തുടർന്ന് മോശമായി പെരുമാറി എന്നാണ് പരാതി. ഈ ചിത്രത്തിൽ കാണുന്നയാളാണ് മുസ്തഫ. സോണൽ കൃഷ്ണയുണ്ട്. സോണൽ കൃഷ്ണ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ആ വനിതാ ദിനത്തിൽ തന്നെയാണ് ട്രെയിൻ യാത്രക്കിടയിൽ, അതും ഷൊർണൂര് സൗമ്യയുടെ വധം കൊണ്ട് കുപ്രസിദ്ധമായ ഒരു ഇടം കൂടിയാണ് ആ പരിസരം. അവിടെ വെച്ചാണ് മറ്റൊരു ട്രെയിനിൽ സമാനമായ രീതിയിലുള്ള, സമാനമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും, ഒരു അതിക്രമം നേരിട്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് സംഭവിച്ചത് സോണൽ? പ്രധാനമായും ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഈ സ്ത്രീയെ പിന്തുടർന്ന ഈ മുസ്തഫ പോകുന്നത്. 45 വയസ്സാണ് ഇയാൾക്ക് പ്രായം. ഇയാൾ ഈ സ്ത്രീയെ പിന്തുടർന്ന് പോവുകയും പിന്നീട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സ്ത്രീ നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഇടപെട്ട റെയിൽവേ പോലീസും അതുപോലെ തന്നെ കൃത്യമായ പരിസര ബോഗിയിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും കൂടി ഇടപെട്ടാണ് ഈ മുസ്തഫയെ പിന്നീട് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തനിക്ക് വലിയ ഭയം തോന്നിയിരുന്നു. കാരണം തുടർച്ചയായി ആളൊഴിഞ്ഞൊരു കമ്പാർട്ട്മെന്റാണ്, സമയം അത്തരത്തിലുള്ള ഒരു സമയമായിരുന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഒരുപക്ഷെ പതറിപ്പോവാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബോഗിൻ ഉള്ളിലൂടെ ഒരുപാട് ദൂരം നടന്നപ്പോഴേക്കും മറ്റാളുകൾ കൂടി വരുന്ന സാഹചര്യം ഉണ്ടായി. തന്നോട് മോശമായി പെരുമാറുകയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് ആ പരാതിയിൽ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. ഇതിന്മേലാണ് പിന്നീട് കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ മുസ്തഫ എന്ന് പറയുന്ന പരപ്പനങ്ങാടി സ്വദേശിയെ കൃത്യമായി പിന്തുടർന്ന് സ്ത്രീ പറഞ്ഞ കാര്യങ്ങളും ലക്ഷണങ്ങളും എല്ലാം തന്നെ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ മുസ്തഫയെ കൃത്യമായി തന്നെ പോലീസ് സംഘം പിടികൂടുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. എന്തായാലും കർശന നടപടി ഇതിന്മേൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രേക്ഷകർക്ക് ബോധ്യമായി കാണുമല്ലോ. ഈ വനിതാ ദിനത്തിലും ഇവിടെ പകൽ സമയത്തും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ മുസ്തഫയെ പോലെ നമ്മൾ സാധാരണ അതിന് പറയുന്നത് സ്റ്റാക്കിംഗ് എന്നാണ്. പലപ്പോഴും ചില പെൺകുട്ടികളെ നേരിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ പെൺകുട്ടികൾ പോകുന്ന വഴികളിലൊക്കെ പതിവായിട്ട് നിൽക്കുക. പഴയ കാലത്തൊക്കെ അത് റൊമാൻറ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങളായിരുന്നു. ചില ആളുകൾ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും, അല്ലേ, അയാളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നിരന്തരം ശല്യമായിട്ട് മാറുമ്പോൾ അതിനെ സ്റ്റാക്കിംഗ് എന്നാണ് പറയുക. തുടർച്ചയായിട്ട് നിരീക്ഷണം നടത്തി ഇങ്ങനെ പിന്നാലെ കൂടും. അങ്ങനെയുള്ള ടീമിൻ്റെ പേരാണ് സ്റ്റാക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ക്രിമിനൽ ഒഫൻസാണ്, അത് ചെയ്യാൻ പാടില്ല.